10,000 രൂപ തൊട്ട് 30,000 രൂപയ്ക്കകത്ത് ഒരു ഫോൺ മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. 10,000 റുപ്പീസിനകത്തൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഫോൺസ് അവൈലബിൾ ആയിരുന്നു, ബേസിക് ഫോൺസ് എങ്കിലും കിട്ടുമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 10,000 റുപ്പീസിനകത്ത് 5G ഫോൺസ് കിട്ടാനേ ഇല്ല. 4G ബേസിക് ഫോൺസ് ആണ് മിക്ക കമ്പനീസും വിൽക്കുന്നത്. അതും 10,000 രൂപയ്ക്കും 8,000 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഫോണിന്റെ പ്രൈസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 15,000 20,000 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. ഒരു മുന്നറിയിപ്പും തരാതെയാണ് ഈ പ്രൈസ് ഹൈക്ക് നടക്കുന്നത്. ഇതിനൊക്കെ ഒറ്റൊരു റീസൺ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അതാണ് AI. നമ്മുടെ ഫോണിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, പല ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഫ്രീ തരുന്ന ഒരു പരിപാടി കാരണം നമ്മുടെ ഫോണിന്റെ പ്രൈസ് കൂടിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം എങ്ങനെയാണ് നമ്മുടെ ഫോണിന്റെ പ്രൈസ് കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ചിപ്പ് ഷോർട്ടേജ് കാരണം റാമിന്റെയും സ്റ്റോറേജിന്റെ ഒക്കെ പ്രൈസ് കൂടുന്നതെന്നാണ്. അതിനുള്ള മെയിൻ റീസൺ എല്ലാവരും പോയിന്റ് ചെയ്യുന്നതും AI തന്നെയാണ്. അപ്പോൾ ഈ ഒരു AIന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന AI സെർവേഴ്സിന് നല്ല രീതിയിൽ റാം വേണം. അപ്പോൾ ഈ ഒരു റാം മൊഡ്യൂൾസ് എല്ലാം ഈ കമ്പനീസ് ബൾക്കിന് മേടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതിന്റെ സപ്ലയേഴ്സ് നോക്കുകയാണെങ്കിൽ സാംസങ് ഉണ്ട്, മൈക്രോൺ ഉണ്ട്, സോ അതുപോലത്തെ കുറച്ച് സപ്ലയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സപ്ലയേഴ്സ് വിചാരിച്ചു എന്തായാലും ഇവർക്ക് ബൾക്കിന് സാധനം വേണം, നമുക്ക് പ്രൈസ് അങ്ങ് കൂട്ടിക്കഴിഞ്ഞാലും ഈ ബ്രാൻഡ്സ് എന്തായാലും മേടിക്കും, എത്ര രൂപ കൊടുത്ത് മേടിക്കാൻ റെഡിയായി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഈ ഒരു AI കമ്പനീസിന്റെ. അപ്പോൾ ഈ ഒരു റാം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും കമ്പനീസ് മിസ് ചെയ്യാൻ നിൽക്കത്തില്ല. ഇവരെല്ലാം കൂടെ ഒന്ന് കൈകോർത്ത് പ്രൈസ് അങ്ങ് നേരെ കൂട്ടി. അപ്പോൾ ഈ ഒരു റാമിന്റെ പ്രൈസ് കൂടുമ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ കമ്പനീസും ബുദ്ധിമുട്ടിലാണ് ശരിക്കും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ കമ്പനീസിന് നേരത്തെ 2 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന റാം മൊഡ്യൂൾ, ഒരു എക്സാമ്പിൾ ആണ്, 2 രൂപയ്ക്ക് കിട്ടുമെന്നല്ല, 2 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കോമ്പോണന്റിന്റെ പ്രൈസ് ഇപ്പോൾ 10 രൂപയായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ എഫക്റ്റ് ആവും. സോ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് ഫോണിന്റെ പ്രൈസ് അങ്ങ് നേരെ കൂട്ടുക. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ പല രീതിയിലും നമുക്ക് ഇത് അൺഫെയർ ആയിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു കമ്പനീസ് ഒരിക്കലും 1-2 റാം മൊഡ്യൂൾ ആയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്. സോ അവർ പോയിട്ട് ഒരു 2 ലക്ഷം യൂണിറ്റോ 3 ലക്ഷം യൂണിറ്റ് ഒക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പൊതുവേ പ്രൈസ് കുറവായിട്ടാണ് കിട്ടുന്നത്. ആൻഡ് അതിന്റെ കൂടെ ഇപ്പോഴുള്ള പ്രൈസ് ഹൈക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഈ കമ്പനീസിനെല്ലാം ഒരു 3,000-4,000 രൂപയുടെ പ്രൈസ് ഹൈക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്ന അതല്ല. 10,000-15,000 രൂപയും അത്രയൊക്കെ പ്രൈസ് ഹൈക്ക് ഒരു ഫോണിന് നടത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. റീസെന്റ് ഞാൻ Realme 16 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോണിൽ ഒന്നും തന്നെ ഇല്ല. Dimensity 6300 പോലത്തെ 10,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചിപ്സെറ്റ്, അല്ലെങ്കിൽ 12,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചിപ്സെറ്റ് ആണ് അവർ 30,000 രൂപയ്ക്ക് വിൽക്കുന്നത്. അതിന്റെ കൂടെ 6GB റാമും 128GB. സോ ഇവർ ഈ ഒരു റാം ഷോർട്ടേജിന്റെ പേരിൽ നല്ല പ്രൈസ് കൂട്ടി അവരെ പ്രോഫിറ്റ് കൂട്ടാനുള്ള പരിപാടിയാണ് ഇതെല്ലാം. ഇതേ സെയിം കമ്പനി 15,000 രൂപയ്ക്കും ഈ ഒരു സെയിം ചിപ്സെറ്റ് ഉള്ള ഫോൺ വിൽക്കുന്നുണ്ട്, Realme P4 Lite ഒക്കെ. സോ ആ ഒരു ഫോൺ 15,000 രൂപയ്ക്കകത്ത് നല്ലൊരു ഫോണാണ്. പക്ഷെ ഈ ഒരു Realme 16 പിന്നെ Realme 16Tന്റെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. റാമിന്റെ പ്രൈസ് കൂടി, സ്റ്റോറേജ് മൊഡ്യൂളിന്റെ പ്രൈസ് കൂടി, പക്ഷെ ചിപ്സെറ്റിന്റെ പ്രൈസ് കൂടിയിട്ടില്ല. അതേസമയത്ത് ഡിസ്പ്ലേയുടെ പ്രൈസ് ഒന്നും കൂടിയിട്ടില്ല. പക്ഷെ ഈ ബ്രാൻഡ്സ് ഇപ്പം വിൽക്കുന്നത് IPS LCD ഉള്ള ഫോണാണ്. ഈ ഒരു Realme 16T പോലത്തെ ഫോൺ മേടിക്കുന്നതിനെക്കാട്ടും മച്ച് ബെറ്റർ ആണ് നിങ്ങൾ നത്തിങ്ങിന്റെ ഫോൺ 3A Lite പോലത്തെ ഡിവൈസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് ഫാർ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാരണം Realme 16T പോലത്തെ ഡിവൈസ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. IPS LCD ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിന്റെ ക്യാമറ ഉണ്ടെന്ന് പറയുന്നു, നല്ലൊരു ISP ഇല്ല. ISP എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെല്ലാം ചിപ്സെറ്റ് ഉണ്ട്. സോ ആ ഒരു ചിപ്സെറ്റിന് ഫോട്ടോ പ്രോസസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നല്ല ISP ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ചിപ്സെറ്റ് ഉണ്ടെങ്കിൽ നല്ല ISP വരും. അങ്ങനെ നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. എന്നാൽ നല്ല ചിപ്സെറ്റ് ഇല്ലെങ്കിൽ നല്ല ഫോട്ടോസും കിട്ടത്തില്ല, 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, 4K വീഡിയോസിന്റെ പ്ലേ ബാക്ക് കിട്ടത്തില്ല. ഇത് തന്നെയാണ് 30,000 രൂപയ്ക്ക് അവർ ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ Realme മാത്രമല്ല, ഓപ്പോന്റെ F സീരീസ് ഫോൺസിൽ ഞാൻ 40,000 രൂപയ്ക്ക് Dimensity 6300 സീരീസിൽ വരുന്ന ചിപ്സെറ്റ് കണ്ടായിരുന്നു. 40,000 രൂപയ്ക്ക് ആ ഫോൺ ഒരു വേസ്റ്റ് ആണ്. ഞാൻ ആ ഫോൺസ് ഒന്നും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനിയിപ്പോ ഷോപ്പിൽ നിന്ന് തന്നെ ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നത്തിങ്ങിന്റെ ഫോൺസ് അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്. നത്തിങ് ഫോൺ 4A Pro എന്ന് ഞാൻ പറയത്തില്ല മേടിക്കാൻ വേണ്ടി, കാരണം 50,000 രൂപയ്ക്ക് അതൊരു വേസ്റ്റ് ഫോണാണ്. പക്ഷെ 4A നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസന്റ് ഫോണാണ്. OnePlus നേരത്തെ ഓഫ്ലൈൻ കിട്ടുമായിരുന്നു, ഇപ്പൊ അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. റിയൽമിയുടെ GT സീരീസ് ഒന്നും ഓഫ്ലൈൻ കിട്ടാൻ യാതൊരു വഴിയില്ല. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വരും. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ഫോൺ മേടിക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം അതിൽ അത്യാവശ്യം നല്ല മോഡൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ത്രൂ മേടിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഓഫ്ലൈനിൽ പോയാണ് നിങ്ങൾ ഫോൺ മേടിക്കുന്നതെങ്കിൽ നത്തിങ്ങിന്റെ ഫോൺസ് അത്യാവശ്യം ഡീസന്റ് ആണ്. അല്ല നിങ്ങളുടെ ഒരുപാട് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിവോന്റെ ഒക്കെ കുറെ ഫോൺസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാം, അതും അത്യാവശ്യം നല്ലതാണ്. അല്ലെങ്കിൽ iPhone 17 നല്ല വാല്യൂ ഫോർ മണി ഓപ്ഷൻ ആണ്. സോ ഈ ഫോൺസ് ഒക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഷോപ്പിൽ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മൈൻഡിലേക്ക് വെച്ചേക്കുക, അവരല്ല ഫോൺ യൂസ് ചെയ്യുന്നത്, അവർ ഷോപ്പിൽ നിൽക്കുന്നത് ഫോൺ വിൽക്കാനാണ്. നിങ്ങളാണ് ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ട് മാത്രം ഫോൺസ് പർച്ചേസ് ചെയ്യുക. അതും ഇനി 2026 ഇനിയും പ്രൈസ് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഐഡിയ ഇല്ല. ആദ്യം ഒരു 5,000 രൂപ ഒരു ഫോണിന് കൂടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5,000 രൂപ കൂട്ടി, അങ്ങനെ 10,000 രൂപയുടെ ടോട്ടൽ ഹൈക്കൊക്കെയാണ് മിക്ക ഫോൺസിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ഓഫേഴ്സിന് കിട്ടുന്ന ഫോൺസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൺസ് ഒക്കെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം, നല്ല ഡീലാണ്. സോ ആ ഒരു വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.